6ാം ദിനത്തിൽ അങ്ങനെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ 4 മൃതദേഹങ്ങളാണ് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും അട്ടമലയിലും നൂൽപ്പുഴയിലും അടക്കം നടത്തിയപ്പോൾ കിട്ടിയത്. ഇത് ഇപ്പോൾ വിവരങ്ങളുമായി റമീസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. റമീസ്, ഈ മൃതദേഹം പുറത്തെടുത്തോ? എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ഏതായാലും റമീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൃതദേഹം കൂടി ചൂരൽമല മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒരു ഇരുനില വീടിൻ്റെ താഴെ നിലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഊർജിതമായിരിക്കുന്നത്. ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോടു കൂടി ചേരുകയാണ്. വിജിൻ, നിലവിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ ചൂരൽമല മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ആ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇന്നത്തെ കൂടുതൽ യന്ത്രങ്ങൾ, ഡ്രോണുകൾ, റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വിജിൻ. മുണ്ടക്കൈ മേഖലയിൽ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയല്ല നടക്കുന്നത്. കാരണം മുണ്ടക്കൈ മേഖലയിലാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം. അതുകൊണ്ട് തന്നെ വലിയ ചളി നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ. ഇവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളും ഒക്കെ ചേർന്ന് ചളിക്കുള്ളിൽ അവരുടെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചളി മാറ്റിയുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വീട് പൂർണ്ണമായും ഈ ചളിയിലും പാറക്കെട്ടുകൾക്ക് ഇടയിലും അകപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ കുറെ വസ്തുക്കളൊക്കെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെ ഹിറ്റാച്ചി എത്തിച്ച് അവിടെ കൂടുതൽ പരിശോധന നടത്താൻ ശ്രമിക്കുകയാണ്. ആ ഭാഗത്താണ് രാവിലെ മുതൽ ദുർഗന്ധം ഉൾപ്പെടെ അനുഭവപ്പെട്ടത്. അത് ചളിക്കകത്ത് മൃതദേഹം ഉണ്ടാകാനോ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് രാവിലെ ഏകദേശം 7:30 മുതൽ നടത്തിയത്. നേരത്തെയൊന്നും ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ഒരു മേഖലയല്ല. ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് ശക്തമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 7:30 മുതൽ നമ്മൾ ഉൾപ്പെടെയുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് ടീമാണ് അവിടെ എത്തി പരിശോധന നടത്തിയത്. ഏകദേശം 100-150ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന തുടരുന്നതിനിടെ മറ്റ് ഈ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മറ്റ് സേനാ വിഭാഗങ്ങളും അങ്ങോട്ട് എത്തുകയായിരുന്നു. അവിടെ വ്യാപകമായ തിരച്ചിൽ തമിഴ്നാടിന്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് മണിക്കൂറുകളായി ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചളി കൂമ്പാരത്തിന് ഇടയിൽ മൃതദേഹം ഉണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന ഓരോ തെളിവുകളാണ്, ഓരോ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ വ്യാപകമായ തിരച്ചിൽ ഇനിയും തുടരാനാണ് ഇപ്പോൾ തീരുമാനം. കൂടുതൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം മുതൽ ആ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അവിടെ നിന്ന് കുട്ടികൾ പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകം, ഒപ്പം തന്നെ വീട്ടുപകരണങ്ങൾ, ഗ്യാസ് സിലിണ്ടർ, മറ്റ് വസ്ത്രങ്ങൾ, ഒരുപാട് വസ്ത്രങ്ങൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു തയ്യൽ കട കൂടി നടത്തുന്ന ഒരു കുടുംബമായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു വീടും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ പോലും നിലവിൽ ആ ഭാഗത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രക്ക് വലിയ ഈ പാറക്കെട്ടുകളാണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ പാറക്കല്ലുകളൊക്കെ നീക്കം ചെയ്തുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സ്ഥലത്ത് ഒരു മൃതദേഹമോ ഒന്നിൽ കൂടുതലുള്ള മൃതദേഹമോ കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ എങ്കിലും അവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അനുസരിച്ചുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്നലെ അവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ചെറിയ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ, കമ്പൊക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് അങ്ങോട്ട് പരിശോധനയ്ക്ക് അവർ തയ്യാറായത്.